ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മൾ ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടാത്ത ഒരു സ്ഥലത്തിലാണ് ഉള്ളത്. അതായത് ഗോൾക്കൊണ്ട ഫോർട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് ഭയങ്കര റഷ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഫാമിലീസും ഫോറിനേഴ്സും എല്ലാവരും ഫോർട്ട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തോട്ട് പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ഫോൺ പേയും ഗൂഗിൾ പേയും ഇല്ല. അപ്പോൾ ക്യാഷ് തന്നെ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് എടുക്കുന്നവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, സൺഡേ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറി കേട്ടോ. അപ്പോൾ ഹൈദരാബാദിൽ നിന്ന് 8 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ചരിത്രമുറങ്ങുന്ന കോട്ട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. 62 വർഷം എടുത്തിട്ടാണ് ഈ കോട്ട പണി തീർത്തത്. 1143 വാറങ്കൽ രാജാവ് മണ്ണുകൊണ്ട് ഇവിടെ ഒരു കോട്ട നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് മുസ്ലിം ഭരണാധികാരികളായ കുത്തുബ് ഷാ ഭരണാധികാരികൾ പാറക്കല്ലുകൊണ്ട് ഇങ്ങനെ ഒരു കോട്ടയാക്കി എടുത്തു. അവരുടെ ഭരണ കേന്ദ്രമായിരുന്നു കേട്ടോ ഈ ഗോൾക്കൊണ്ട. ഇതാണ് ഫോർട്ടിന്റെ കവാടം. മുകളിൽ കാവൽ ഭടന്മാർക്ക് നിൽക്കാനുള്ള ചെറിയൊരു സ്പേസും ഉണ്ടായിരുന്നു കേട്ടോ. കോട്ട കവാടത്തിലൂടെ നമ്മൾ അകത്തോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ കുറച്ച് പേര് നിന്നിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ക്ലാപ്പ് ചെയ്യുന്നു. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ ഗൈഡിനോട് ചോദിച്ചപ്പം പറഞ്ഞത്, റൂഫിൽ കണ്ടില്ലേ 24 ഡയമണ്ട് കട്ടിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ സെൻറ്ററിൽ നിന്നിട്ട് നമ്മൾ ക്ലാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എക്കോ കേൾക്കും. അല്ല നമ്മൾ കുറച്ചങ്ങ് സൈഡിലോട്ടോ കുറച്ച് അങ്ങോട്ടോ മാറി നിന്നിട്ട് ക്ലാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എക്കോ നമുക്ക് കേൾക്കില്ല. അപ്പം നമ്മളും ക്ലാപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നു. ഈ ഫോർട്ടിൽ തന്നെയാണ് രാജാവും രാജ്ഞിയും ഭടന്മാരും എല്ലാം താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ കുറച്ച് ആളുകൾ ഒരു സ്ഥലത്ത് കൂട്ടമായിട്ട് നിൽക്കുന്നു. അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഒരു ഇരുമ്പ് കട്ട കുറച്ച് പേര് ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. 250 കിലോഗ്രാം വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധപ്പെട്ട ആളുകൾക്കൊന്നും അത് ഉയർത്താൻ വേണ്ടി പറ്റിയില്ല. പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നത് ഈവനിങ് ടൈമാണ്, എന്നാലും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മതിൽക്കെട്ടുകളും പാറക്കല്ലുകളൊക്കെ കാണുമ്പോൾ നമുക്ക് പുതുമയൊന്നും തോന്നൂല. പക്ഷെ ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പഴയ കാലത്തിൻ്റെ നല്ല ഓർമ്മകളൊക്കെ നമുക്ക് ഇത്തരം കോട്ടകളിൽ നിന്ന് കിട്ടും കേട്ടോ. സാങ്കേതിക വിദ്യകൾ ഒട്ടും ഇല്ലാതിരുന്ന സമയത്ത് ഇത്രയും മനോഹരമായിട്ട് അടുക്കും ചിട്ടോട് കൂടിയിട്ട് ഈ നിർമ്മിതികളൊക്കെ നിർമ്മിച്ചവരുടെ നൈപുണ്യം ഉണ്ടല്ലോ, ശരിക്കും എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ കോട്ടനെ കുറിച്ച്, ഗോൾക്കൊണ്ട ഫോർട്ടിനെ കുറിച്ച് നമ്മൾ വായിക്കലുണ്ട്, പിന്നെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ആ വായിക്കുന്നതും കാണുന്നതൊന്നും അല്ല ഇവിടെ വന്നാൽ കിട്ടുന്ന ഒരു ഫീല്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആ ഫീല് ശരിക്കും അനുഭവിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. അപ്പോൾ വെയിൽ താഴ്ന്ന സമയത്ത് വരികയായിരിക്കും നല്ലത്, കാരണം നമുക്ക് തണലൊന്നുമില്ല. നമ്മൾ വെയിലത്ത് കൂടെ തന്നെ ഇങ്ങനെ നടക്കണം. അപ്പോൾ ഇത് മുകളിൽ കയറി കഴിഞ്ഞാൽ താഴെ കാണുന്ന വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് രാജാവും രാജ്ഞിയും ഭടന്മാരൊക്കെ താമസിച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് റേഷൻ ഗോഡൗൺ ആണ്. ആ ഭടന്മാർക്കൊക്കെ ഉള്ള ഫുഡ് സേവ് ചെയ്യുന്ന റേഷൻ ഗോഡൗൺ ആണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ ഇനി മുകളിലോട്ട് സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു തുറുങ്ക് പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് രാമദാസ് ജയിലാണ് കേട്ടോ. ഭരണകാലത്ത് രാമദാസ് എന്നുള്ളൊരു തഹസിൽദാർ ഉണ്ടായിരുന്നു. അയാൾ ഒരു കുറ്റം ചെയ്തപ്പോൾ അയാളെ ഇവിടെ 12 ഇയേഴ്സ് ഈ ജയിലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ചുവരുകളിലൊക്കെ ഓരോ രൂപങ്ങൾ കോറിയിട്ടുണ്ടായിരുന്നു. ആ രൂപങ്ങളെ ഇപ്പോൾ അവിടെ പൂജിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ മുകളിലോട്ട് സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ പോകണം. എനിക്കിങ്ങനെ സ്റ്റെപ്പ് കയറാൻ വയ്യാത്തതുകൊണ്ട് ഞാനിവിടെ കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ ഇക്കയും കുട്ടികളും വീണ്ടും അവിടെ നിൽക്കും. അങ്ങനെയൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് കാളിമാതാ ക്ഷേത്രമാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞില്ലേ, വാറങ്കൽ രാജാവ് ഇവിടെ മണ്ണുകൊണ്ട് കോട്ട ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഇവിടെ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്.
അപ്പോൾ നമ്മൾ നടന്നിട്ട് ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ഷേത്രം കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് റീഫ്രഷ് ആകാനും ഇവിടെ സ്നാക്സ്, കോഫി, ഐസ്ക്രീം, ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ദർബാർ ഹാളിലോട്ടാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ നിന്ന് കോഫിയും സ്നാക്സൊക്കെ വാങ്ങിച്ചു, പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് മുകളിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് മുകളിലോട്ട് കയറാൻ ഭയങ്കര മടിയായി കേട്ടോ. അപ്പോൾ ഈ കയറുന്ന അവിടെയും ഒരു ദർബാർ ഹാളുണ്ട്, പിന്നെ കുറച്ചുകൂടി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെയും ഒരു ദർബാർ ഹാളുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ഫോർട്ടിൻ്റെ ഏറ്റവും മുകൾ ഭാഗം കേട്ടോ. ഒരുപാട് മുകളിലോട്ട് കയറിയതിൻ്റെ ക്ഷീണത്തിൽ എല്ലാവരും ഇവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് താഴോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളും ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ താഴോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ മുകളിലോട്ട് കയറിയ വഴിയിലൂടെ അല്ല താഴോട്ട് ഇറങ്ങുന്നത്. ഇവിടെ ഒരു പ്രോബ്ലമായിട്ട് ഞാൻ കണ്ടത്, പ്ലാസ്റ്റിക് ഒന്നും കറക്റ്റായിട്ട് ആരും വേസ്റ്റ് ബാസ്ക്കറ്റിലൊന്നും ഇടുന്നില്ല. എല്ലായിടത്തും പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പോൾ മുകളിലോട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, താഴോട്ട് ഇറങ്ങാനാണെങ്കിൽ കുറച്ച് സിമ്പിളായിരുന്നു കേട്ടോ. ഒത്തിരി ഗാർഡനുകളും വിശാലമായ നടപ്പാതകളും അമ്പലങ്ങളും വിശ്രമ കേന്ദ്രങ്ങളൊക്കെ ഉള്ള ഒരു വലിയ ലോകമാണ് കേട്ടോ ഗോൾക്കൊണ്ട. പിന്നെ ഈ ഫോർട്ട് നിർമ്മിച്ചേക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ് കേട്ടോ. ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയിട്ടാണ് കോട്ട നിർമ്മിച്ചേക്കുന്നത്. കോട്ട ആക്രമിക്കാൻ വരുന്ന അക്രമകാരികൾക്ക് രാജാവിൻ്റെ അടുത്തും രാജ്ഞിൻ്റെ അടുത്തും എത്താനെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും കേട്ടോ. ഇവിടുത്തെ ഓരോ നിർമ്മിതികളും നമ്മളെ അതിശയപ്പെടുത്തുന്ന ഒന്നാണ്. നിർമ്മാണ മേഖലകളിലുള്ള അവരുടെ പ്രാവീണ്യം ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തും കേട്ടോ. അതിലെനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയത്, ഇവിടെ ദർബാർ ഹാളിൽ ഒരു പോയിന്റ് ഉണ്ട്, ഒരു ഇടനാഴി. ആ ഇടനാഴി തുറക്കുന്നത് ഓപ്പൺ സ്പേസിലോട്ടാണ്. അപ്പോൾ കുന്നിൻ്റെ മുകളിലാണല്ലോ കോട്ട ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ആ സ്പേസിലൂടെ, ആ ഇടനാഴിയിലൂടെ രാജാവ് ഇരിക്കുന്ന ദർബാർ ഹാളിലോട്ട് കാറ്റ് നന്നായിട്ട് വീശുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു നാച്ചുറൽ എയർസിൻ്റെ ഫീലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതൊക്കെ അവരുടെ ആ സമയത്തുള്ള ഒരു നിർമ്മാണ മേഖലയിലുള്ള ഒരു പ്രാവീണ്യം തന്നെയല്ലേ. രാജാവിൻ്റെയും രാജ്ഞിൻ്റെയും അന്തഃപുരങ്ങളും, പിന്നെ അതുപോലെ രാജ്ഞിൻ്റെ മേക്കപ്പ് റൂമും, പിന്നെ ആരെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കുന്ന സ്ഥലം, അങ്ങനെയുള്ള രാജഭരണകാലത്തെ ഒട്ടനവധി ഓർമ്മകൾ നമുക്ക് ഈ കോട്ടയിൽ വന്നാൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പതുക്കെ താഴോട്ട് ഇറങ്ങുന്നുണ്ട്. മുകളിലോട്ട് കയറുന്ന സമയത്ത് മോനെ ഫുള്ള് എടുത്തേക്കുന്നതായിരുന്നു കേട്ടോ. താഴോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ മോൻ ഫുള്ളായിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങുന്നുണ്ടായിരുന്നു. കാലൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വന്നു കേട്ടോ മുകളിലോട്ട് കയറിയപ്പോൾ. അപ്പം നമുക്ക് നടന്ന് ശീലമില്ലാത്തവരൊക്കെ കയറുകയാണെങ്കിൽ ഉറപ്പായിട്ടും കാലിന് പണി കിട്ടും കേട്ടോ. കുറച്ച് നടക്കണം, എന്നാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിത ഈ കോട്ടയും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും കാണേണ്ട കാഴ്ച തന്നെയാണല്ലോ. കോട്ട മാത്രം പരന്നു കിടക്കുന്നത് 3 കിലോമീറ്റർ ചുറ്റളവിലാണ്. ഇല്ല, കോട്ട മതിലും കൂടി ചേർക്കുകയാണെങ്കിൽ 7 കിലോമീറ്റർ ചുറ്റളവിലാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള കോട്ടകളിലൊക്കെ വരികയാണെങ്കിൽ ഒന്നിലെ ഈ കോട്ടനെ കുറിച്ച് അറിയുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഗൈഡുകൾ ഉണ്ടാവും. ഗൈഡിൻ്റെ സഹായം കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പം നമ്മളിപ്പം പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ പതുക്കെ താഴോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പുറത്ത് പോവുകയാണ് കേട്ടോ. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം വെയിലൊക്കെ മുഴുവനായിട്ട് താഴ്ന്നിട്ടുണ്ട്. പുറത്തിറങ്ങുന്ന സമയത്ത് ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ ഒരു മാപ്പ് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചയാണ്. വഴിയോര കച്ചവടക്കാരൊക്കെ സജീവമായിട്ട് തന്നെ കച്ചവടം നടത്തുന്നുണ്ട്.
നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇവിടെ നിന്ന് എന്താ വാങ്ങിച്ചത്, നമ്മളിവിടെ നിന്ന് കരിമ്പ് ജ്യൂസാണ് കേട്ടോ കുടിച്ചത്. എനിക്ക് കരിമ്പ് ജ്യൂസ് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇവിടെ നിന്ന് കുടിച്ച കരിമ്പ് ജ്യൂസ് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇതുപോലെ വാട്ടർ മെലൺ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാംഗോയും പൈനാപ്പിളൊക്കെ വാങ്ങിച്ച് കുറച്ച് കഴിച്ചു. കച്ചവടം നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി തിരിച്ചു പോവുകയാണ്. ഇത് ഫോർട്ട് റോഡിലോട്ടുള്ള എൻട്രൻസ് ആണ്. നമ്മൾ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹൈദരാബാദ് വരികയാണെങ്കിൽ ആരും മിസ്സാക്കാതെ ഗോൾക്കൊണ്ട ഫോർട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.